നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. ഈ വീഡിയോ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇപ്പോൾ സിനിമാ മേഖലയിലുള്ളത്. കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ സംഘടന വിവിധ സംഘടനയുമായി മീറ്റിംഗ് കൂടിയതിനു ശേഷം ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ മീറ്റിംഗ് കൂടിയപ്പോൾ നിലവിൽ അമ്മയുടെ താൽക്കാലിക കമ്മിറ്റിയുടെ പ്രവർത്തനമുണ്ടല്ലോ, അവരെ അറിയിച്ചിരുന്നു ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടാൻ പോവാണ്. അറിയിച്ചിട്ടില്ല, അവർക്ക് കമ്മിറ്റി ഇല്ലല്ലോ, പിന്നെ ആരെ അറിയിക്കും? ഏത് താരങ്ങളുമായിട്ടോ ഇതുവരെ ആശയവിനിമയം നമ്മൾ നടത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ താരസംഘടനയിൽ ഇപ്പൊ അവിടെ ആരും ഇല്ലല്ലോ, ഭാരവാഹികളൊന്നും ഇല്ലല്ലോ സംസാരിക്കാൻ. പ്രദർശിപ്പിക്കില്ല. അത് തന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ ആവശ്യങ്ങളെ നിരാകരിച്ച് താരങ്ങൾ ഇനിയും നിർമ്മാണ പ്രക്രിയയായിട്ട് മുന്നോട്ട് പോയാൽ അവരുടെ ചിത്രങ്ങൾ തിയേറ്ററിൽ കളിക്കണ്ട എന്ന് തിയേറ്ററുകൾ തീരുമാനിക്കും. ആ വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കുമാർ നടത്തിയ പ്രസ്താവന വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ താരസംഘടന അമ്മ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നു എന്ന വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയായിട്ട് പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്ന് സുരേഷ് കുമാർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. സുരേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ താരങ്ങൾ അമിത ശമ്പളം വാങ്ങുന്നു, അത് കുറയ്ക്കണം, താരങ്ങൾ തന്നെ പ്രൊഡ്യൂസർ ആവുന്നു, അത് അംഗീകരിക്കാൻ കഴിയില്ല, അവരുടെ കമ്പനികളെ അടച്ചുപൂട്ടണം എന്ന രീതിയിലൊക്കെയാണ് അവിടെ പരാമർശം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ്. ഞാൻ ആ ചോദ്യങ്ങൾ കൃത്യമായി ചോദിച്ചു. എന്തുകൊണ്ട് ഇത്തരം ഒരു അടച്ചുപൂട്ടൽ, സിനിമാ പ്രസ്ഥാനം അടച്ചുപൂട്ടൽ സമരത്തിലേക്ക് പോകുന്നു? ജൂൺ 1 തീയതി സമരത്തിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാ സംഘടനയുമായിട്ട് മീറ്റിംഗ് കൂടിയെങ്കിൽ താരസംഘടനയെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് ചോദിച്ചപ്പോഴായിരുന്നു താരസംഘടന നാഥനില്ലാത്ത കളരിയാണ്, അവിടെ ഇപ്പോൾ അങ്ങനെ ആരുമില്ല, അങ്ങനെ ഒരു കമ്മിറ്റി ഉള്ളതായിട്ട് പോലും അറിയില്ല എന്നാണ് സുരേഷ് കുമാർ അവിടെ പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു, സുരേഷ് കുമാറാണ് ഈ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് താരസംഘടന വലിയ രീതിയിൽ പ്രതിഷേധമായി മുന്നോട്ട് വന്നു. അന്ന് തന്നെ ഇവർ പ്രതിഷേധമായി മുന്നോട്ട് വന്നു. പല താരസംഘടനയിൽപ്പെട്ട പല ആളുകളും നിർമ്മാതാക്കളുടെ സംഘടനയിൽ വിളിക്കുകയും ഫോൺ സംഭാഷണം നടത്തിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഒരു കാര്യം വ്യക്തതയോട് പറയാം. അന്ന് ഇവർ പുറത്തുവിട്ട ലിസ്റ്റ് ഒരു സിനിമയ്ക്ക്, ടോവിനോയുടെ സിനിമ ഉൾപ്പെടെ നിരവധി സിനിമകളുടെ പേര് പറയും. സിനിമയ്ക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നു, പക്ഷേ സിനിമയ്ക്ക് വേണ്ടത്ര സ്വീകാര്യത കിട്ടുന്നില്ല, അതിന് ലാഭമുണ്ടാകുന്നില്ല, നഷ്ടമത്തിലാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ആ താരത്തിൻ്റെ പേര് വെച്ച് തന്നെ, ആ സിനിമയുടെ പേര് വെച്ച് തന്നെ ഇവർ പുറത്തുവിട്ട ലിസ്റ്റ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അത് അന്ന് തന്നെ ഞാൻ വാർത്ത ചെയ്തിരുന്നു. അത് പല താരങ്ങൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന കാര്യം സംശയമില്ല. അതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടനയിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതുമായി ചർച്ച നടത്തി, പല ആർട്ടിസ്റ്റുകളും ചർച്ച നടത്തിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുന്ന നിലയിലെത്തിയപ്പോഴാണ് ഇപ്പോൾ താരസംഘടന അമ്മ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് തുറന്ന കത്ത് അയച്ചിരിക്കുന്നു. കത്ത് കൃത്യമായി തന്നെ അയച്ചിട്ടുണ്ട്. കത്ത് മെയിലും ബൈ ഹാൻഡുമായി അവിടെ എത്തിച്ചിട്ടുണ്ടെന്നാണ് വിവരമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ആ കത്തിൽ പറയുന്ന ഉള്ളടക്കം, എനിക്ക് കിട്ടിയതനുസരിച്ച് ഉള്ളടക്കം ഇപ്രകാരമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ഉള്ളടക്കത്തിൻ്റെ കുറച്ച് ഭാഗം പ്രധാനപ്പെട്ട ഇവർ പറയുന്നത് നാഥനില്ലാ കളരി എന്ന് പറഞ്ഞത് അത് തെറ്റായ വ്യാഖ്യാനമാണ്, അതിൽ ഖേദം പ്രകടിപ്പിക്കണമെന്ന് ഈ കത്തിൽ ഇവർ പറയുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത്തരമൊരു പരാമർശം നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല, അതിൽ ഖേദം പ്രകടിപ്പിക്കണം എന്ന് തന്നെയാണ് ഇവർ ആ കത്തിൽ പറഞ്ഞതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. മേലിൽ ഇത്തരത്തിലുള്ള പരാമർശം നടത്തില്ല എന്ന് ഉറപ്പ് നൽകണമെന്ന് കത്തിൽ പറയുന്നു. പ്രസിഡന്റിനാണ് കത്തയച്ചിരിക്കുന്നത്. താരസംഘടന കത്തയച്ചിരിക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കത്തയച്ചിരിക്കുന്നു. അത് താരസംഘടന അഡോക് കമ്മിറ്റിയാണ് ഇപ്പോൾ കമ്മിറ്റിയാണ് ഈ കത്തയച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ട് കാര്യം ചൂണ്ടിക്കാട്ടുന്നത്, ഇത്തരം പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ആ കാര്യം കൃത്യമായി അവിടെ ചോദിച്ചു, എന്താണ് താരസംഘടന അറിയിക്കാത്ത എന്ന് ചോദിച്ചപ്പോഴാണ് താരസംഘടന അങ്ങനെ ഒരു സംഘടന ഉള്ളതായിട്ട് അറിയില്ല, എല്ലാവരും പിരിച്ചുവിട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, അഡോക് കമ്മിറ്റി, താൽക്കാലിക കമ്മിറ്റി ഇവിടെ തുടരുന്നുണ്ട്, ഇവരെ അറിയിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ് ഇത്തരം ഒരു പരാമർശം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ താരങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കൃത്യമായി മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ഇത്തരമൊരു കത്ത് താരസംഘടന അയച്ചപ്പോൾ അതിൻ്റെ പ്രതികരണം ഇവർ എന്തായാലും നടത്തേണ്ടതായി വരും. ഇത്തരം ഒരു കത്ത് കിട്ടിയോ എന്ന് ചോദിച്ചാൽ കത്ത് കിട്ടിയെന്നുള്ള മറുപടിയും അതിൻ്റെ പ്രതികരണം ഇവർ നടത്തേണ്ടതായി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ചൂണ്ടിക്കാണുന്നു, എങ്ങനെയാണ് താരസംഘടനയ്ക്ക് നാഥനില്ലാ കളരി എന്ന് പറയാൻ കഴിയുന്നത്? ഈ കുടുംബസംഗമം, വലിയ 500ഓളം മെമ്പർമാരുള്ള ഒരു സംഘടനയാണ്. അവരുടെ കുടുംബസംഗമം നടത്തി. ആ കുടുംബസംഗമത്തിന് നേതൃത്വം നൽകിയ താൽക്കാലിക കമ്മിറ്റി അഡോക് കമ്മിറ്റി ആണ് എന്നിവർ ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് പതാക ഉയർത്തി സുരേഷ് ഗോപിയും മോഹൻലാലും മമ്മൂട്ടിയും, അത് ചരിത്രത്തിൽ, താരസംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ 3 പേരും ഒരുമിച്ച് കൂടിയത്. അപ്പോൾ അത് നടത്താൻ അവിടെ സംഘാടകരുണ്ടായിരുന്നു. ഈ താൽക്കാലിക കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്ന്
നിർമ്മാതാക്കൾക്ക് അറിയില്ലേ എന്നൊരു ചോദ്യചിഹ്നം ഇവർ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്തരം ഇവിടെ നാഥനില്ല കളരി ഇത് ആരാണ് അറിയിക്കേണ്ടത് പോലും അറിയില്ല എന്ന് ഇവർ പറഞ്ഞത് എന്നാണ് ഇവർക്ക് മനസ്സിലാകാത്തത് എന്നാണ് ഇപ്പോൾ താരസംഘടന പറയുന്നത്. ഇപ്പം പൊതുവെ അവിടെ ഒരു അംഗത്തെ, താരസംഘടന ഒരു അംഗത്തെ ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നാഥനില്ല കളരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല, നാഥന്മാർ കൂടുതലുള്ള കളരിയാണ് ഇപ്പോൾ, നാഥന്മാരുടെ എണ്ണത്തിൽ കൂടുതലാണ് എന്നാണ് അവിടുത്തെ ഒരു അംഗം എന്നോട് പറയുന്നത്. എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുണ്ട്, മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, ഇവർ മൂന്നുപേരിപ്പോൾ നാഥന്മാരാണ്, അല്ല ഒരു നാഥനില്ല എന്നല്ല പറയേണ്ടത്. നാഥന്മാരുടെ എണ്ണം കൂടിയത് കൊണ്ട് ഇനി ആരെ അറിയിക്കണമെന്ന് ചോദിച്ചെങ്കിലും സംശയം പ്രകടിപ്പിക്കാമായിരുന്നു. അല്ലാതെ നാഥനില്ല എന്ന് പറഞ്ഞ് തികച്ചും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കത്തിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഇവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അവർ കൃത്യമായി പറഞ്ഞു, ഈ ഹേമ കമ്മിറ്റിയുടെ വിഷയമൊക്കെ വന്നപ്പോൾ കമ്മിറ്റി പിരിച്ചുവിട്ടു, പിന്നീട് അഡോക് കമ്മിറ്റി പ്രവർത്തിക്കാനുള്ള നിയമതടസ്സങ്ങളില്ല. അത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഇരിക്കുന്ന ദീർഘകാലമായിരിക്കുന്ന പല സംഘാടകരും അവർക്കിത് അറിയില്ല എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നു. അങ്ങനെ ഒരു താൽക്കാലിക കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ഒരു തടസ്സമില്ല എന്ന് നിർമ്മാതാക്കളുടെ സംഘടനയിലിരിക്കുന്ന പല വ്യക്തികൾക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയെന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. നിലവിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നു താരസംഘടന എന്നാണ് ഇവർ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ തെളിവായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുടുംബസംഗമവും സൗജന്യ മെഡിക്കൽ വിതരണം ചെയ്തു, മെഡിസിൻ വിതരണം ചെയ്തു. കുടുംബസംഗമത്തിൽ നിന്നുണ്ടായ പൈസ സ്വരൂപിച്ച് ഈ സൗജന്യ മെഡിസിൻ പദ്ധതി ഉണ്ടായിരുന്നു, അതിന്റെ ഉദ്ഘാടനമാണ് റിപ്പബ്ലിക് ഡേക്ക് നടത്തിയത്. അത്തരമെല്ലാം നടത്തിയപ്പോൾ എന്തുകൊണ്ട് സംഘടനയിൽ ആളില്ല എന്ന് പറഞ്ഞ ഒരു ചോദ്യം ഇവർ ഉന്നയിച്ച് ഇതിന് പരസ്യമായി തന്നെ ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി ഇതിന് മറുപടി ലഭിക്കണമെന്നാണ് ഇവർ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ വിവാദത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം ഇത്തരമൊരു വിവാദമുണ്ടായി. അത് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് 143 കോടി രൂപ ചെലവായി എന്ന് പറയുന്നു. പിന്നെ ആ സിനിമ കൊണ്ട് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുക എന്നൊരു ചോദ്യചിഹ്നത്തോടു കൂടി സുരേഷ് കുമാർ പ്രതികരിച്ചിരുന്നു. ഇതിനെതിരെ സംഘടനയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പിന്നീട് സുരേഷ് കുമാർ തന്നെ അത് തിരുത്തേണ്ട നിലയിലേക്ക് പോയി. അതിന്റെ പ്രൊഡ്യൂസർ, എനിക്ക് തോന്നുന്ന അതിന്റെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ ഉള്ളവർ അതിനെതിരെ രംഗത്ത് വന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അങ്ങനെ അത് തിരുത്തേണ്ട സാഹചര്യം വന്നു, ആ തിരുത്തി കൊടുക്കേണ്ട സാഹചര്യം വന്നു. അതുപോലെ തന്നെ ഇതും തിരുത്തേണ്ട സാഹചര്യമാണ് നിർമ്മാതാക്കൾക്ക് സംഘടനയ്ക്ക് എത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാര്യം വ്യക്തതയോട് പറയാം, ഒരു താരം വാങ്ങിയ പൈസയും കാര്യങ്ങളും അടുത്ത ദിവസം തന്നെ അവർ തുടങ്ങുന്ന വെള്ളിത്തിര എന്ന ചാനലിലൂടെ പുറത്തു വിടുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെതിരെയും താരങ്ങൾ അതിശക്തമായി മുന്നോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. നിലവിൽ നിർമ്മാതാക്കൾ ഇല്ലെങ്കിലും പ്രൊഡക്ഷൻ കമ്പനി 25ഓളം പ്രൊഡക്ഷൻ കമ്പനിയാണ് താരസംഘടനയിലുള്ളവർ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുണ്ട്. വ്യക്തിപരമായി സിനിമ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പം ആ പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് മുന്നോട്ട് പോകുന്ന നിലയിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യങ്ങളും താരസംഘടനയിൽ സംസാര വിഷയമായിട്ടുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരുടെ പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ നിരവധി പ്രൊഡക്ഷൻ കമ്പനി ഉള്ളപ്പോൾ ഈ നിർമ്മാതാക്കൾ ഇങ്ങനെ പേടിപ്പിച്ച് താരങ്ങൾക്കെതിരെ പ്രസ്താവന നടത്തിക്കഴിഞ്ഞാൽ അത്തരമൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് താരസംഘടന ആലോചിക്കുന്നു എന്ന വിവരവും ലഭ്യമായിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെയാണ് ഞാൻ പറയുന്നത്. അതിന് യാതൊരു സംശയമില്ല. നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും ഇത്തരം ഒരു പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിൽ അതിശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ താരസംഘടന ഒരുങ്ങുന്നു. ഇതാദ്യമായിട്ടാണ് ഇത്തരം ഒരു ഫൈറ്റ്. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ഇതിനു മുമ്പ് ഒരു കത്ത് നൽകിയിരുന്നു, അതിന് മറുപടി തന്നില്ല. ജനറൽ ബോഡി കൂടണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്, അതുകൊണ്ടാണ് ഇതിന് വിളിക്കാതിരുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് നൽകിയ കത്തിന്റെ ഉള്ളടക്കം എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഘട്ടം ഘട്ടമായി താരങ്ങളുടെ പൈസ ഘട്ടം ഘട്ടമായിട്ട് നിർമ്മാതാക്കൾ കൊടുക്കും. 30% പൈസ പിടിച്ചു വെക്കും, 30% കൊടുക്കാനുള്ളത് പിടിച്ചു വെക്കും. അത് സെൻസറിന് ശേഷമേ കൊടുക്കത്തുള്ളൂ എന്ന നിലയിലേക്ക് പോയി. കാരണം അപ്പോൾ ബിസിനസ്സും കാര്യങ്ങളും നടത്താനുള്ള ഒരു സമയം നിർമ്മാതാക്കൾക്ക് കിട്ടാൻ വേണ്ടിയാണ് നിർമ്മാതാക്കൾ അത്തരമൊരു കാര്യം മുന്നോട്ട് വെച്ചത്. അത് നിർമ്മാതാക്കളെ കുറ്റപ്പറയാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു തീരുമാനത്തിന് കത്ത് കൊടുത്തപ്പോൾ മറുപടി നൽകിയത് അത് ജനറൽ ബോഡി കൂടിയതിനു ശേഷം മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ എന്ന് താരസംഘടന കത്തിന് മറുപടി നൽകി. ആ മറുപടി നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഈ തവണ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന താരസംഘടന വിളിക്കാതിരുന്നത്. അതിനുശേഷമാണ് ഇത്തരം പ്രസ്താവനയുമായിട്ട് പല താരങ്ങളും രംഗത്ത് വരികയും അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ, അമ്മയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ചർച്ച വന്നപ്പോഴാണ് ഇത്തരം ഒരു കത്ത് കൊടുക്കാൻ തീരുമാനമായതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഉണ്ടാകും. എല്ലാ സംഘടനയും ഒരുമിച്ചെടുത്ത തീരുമാനം എന്ന് പറയുമ്പോൾ താരസംഘടന മുഖ്യമായത് ഈ താരങ്ങൾക്കെതിരെയാണ്. അമിത ശമ്പളം വാങ്ങുന്നു എന്ന് പറയുന്ന താരങ്ങൾക്കെതിരെയുള്ള സംഘടനയെ അറിയിക്കാതെ അവർക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് താരസംഘടന ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിന് കൃത്യമായി ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയായിട്ട് തന്നെ
പ്രേക്ഷകരുടെ മുമ്പിലേക്കും സിനിമാ പ്രവർത്തന മുമ്പിലേക്കും ഞാൻ എത്തിക്കുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.